എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നാടിന് ഇത് എന്ത് പറ്റി എന്നാണ് മനസ്സിലാവാത്തത്. ശരിക്കും നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം പോലും ചില സമയങ്ങളിൽ നോക്കുകുത്തികളായിരിക്കുന്നത് പോലെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മളെ കുറ്റം പറയാനായിട്ട് സാധിക്കും? അതായത് കാസർഗോഡ് ഉണ്ടായ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് എനിക്കിവിടെ പറയാനുള്ളത്. ആ ഒരു പെൺകുട്ടി വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള, ഭർത്താവും കുട്ടികളൊക്കെ ഉള്ള ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതായത് താൻ ചെയ്യാത്ത തെറ്റ് തന്റെ തലയിൽ കെട്ടിവെച്ചത് മൂലമുള്ള മാനഹാനിയിൽ മനംനൊന്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. അവൾക്ക് പ്രായം വെറും 24 മാത്രം. എന്താ അല്ലേ? ഈ കുട്ടിയെ പോലീസ് കൊണ്ടുപോകുന്നു, ചോദ്യം ചെയ്യുന്നു. കുട്ടി പറയുന്നുണ്ട് ആ കുട്ടി ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ആരുടെയും ഒരു മുതൽ പോലും കക്കുന്ന സ്വഭാവം ആ ഒരു പെൺകുട്ടിക്ക് ഇല്ല. അവൾ പറയുന്നുണ്ട് അവൾ അത് എടുത്തിട്ടില്ല എന്ന്. പക്ഷെ അവളെ വിശ്വസിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ഭർത്താവിന്റെ വീട്ടുകാർ പോലും അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ അവൾ പറയുന്നതിൽ സത്യമുണ്ട്, നമ്മുടെ വീട്ടിൽ വന്നു കയറിയ പെൺകുട്ടി, നമ്മുടെ മരുമകൾ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മകൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തറപ്പിച്ച് ചങ്കുറപ്പോട് കൂടി ഇവർ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു പെൺകുട്ടി ജീവനോടെ നമുക്കിടയിൽ ഉണ്ടാകുമായിരുന്നു. അതിനു മുമ്പ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. മുംതാസ് തന്നെ നമ്മളിപ്പം ചേരുക. ഞാനിപ്പോൾ അവരുടെ വീട്ടിലാണുള്ളത്. എന്താണ് സംഭവിച്ചെന്നുള്ളത് അവർ തന്നെ വിശദമാക്കും. എന്താണ് ജസീൽ ഇങ്ങനെ വിഷം കഴിക്കാനുള്ള ഒരു കാരണമായിട്ട് നിങ്ങൾ കരുതുന്നത്? അവൾ പഠിക്കാൻ പോകുന്നുണ്ടായി. പഠിക്കാൻ പോകുന്ന അവളെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി, അഫ്രീദിൻ്റെ കൂടെക്ക്. അപ്പോൾ അഫ്രീദിൻ്റെ ഉമ്മയാണ് അവളെ കൂടുതൽ വിളിച്ചിന് ഫോൺ. ഭാഗത്ത് വിളിച്ചോണ്ട് അവൾ പോയി. അവളെ കുടുംബം വേറെ അയൽവാസികളുണ്ട്. ഓളെൻ്റെ പേര് ജഷി എടുത്തിനെന്ന് പറയുന്നത്. അവൾ പൊന്നെടുത്തിട്ട് കുറേ കരിഞ്ഞ് പറഞ്ഞാൽ പൊന്നെടുത്തിട്ട് ഉമ്മ എന്നെ പെണ്ണ പറയുന്നത്. അമ്മ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് എൻ്റെ മോളെ വിശ്വാസമുണ്ട്. അവൾ ഉറപ്പ് എടുക്കല. ഓക്കെ ഓളെ കല്യാണത്തിന് 5 പൗൺ ഉണ്ടായിന്. അത് അങ്ങനെ പൊന്നെടുക്കുന്ന 5 പൗൺ ഭർത്താവിൻ്റെ പങ്ക് കൊടുക്കാമല്ലോ. ഭർത്താവിൻ്റെ പങ്ക് കൊടുത്തിന് 5 പൗൺ ഓടി വെച്ചിന്. ഭയ്യ അഫ്രീദിൻ്റെ ഉമ്മ വന്നിട്ട് ഭയങ്കര അവളോട് പ്രശ്നമാക്കിന്. ഞങ്ങളോട് പ്രശ്നമാക്കിന്. അഫ്രീദിൻ്റെ ഉമ്മ ഒരു ചേച്ചു ഭയങ്കര പ്രശ്നമാക്കിന്. അങ്ങനെ ആക്കിന്. ഒക്കെ അപ്പോൾ ഓൾ പൊന്നെടുത്തിന് ഇടക്കെല്ലാം കൊണ്ടുപോയി തോന്നുന്നു. ഞങ്ങൾക്ക് അറിയാത്ത കുറേ ഭീഷണിപ്പെടുത്തി സഹിക്കാൻ കഴിയാത്താണ് എൻ്റെ മോൾ പോയത്. പിന്നെ ഓൾ ചെല്ലി മുസാഫ് പിടിച്ച് ഞാൻ പൊന്നെടുത്തിട്ടാ ഞാൻ മെച്ചോ. അപ്പോൾ മെച്ച നമുക്ക് എന്തൊക്കെ ടൈഞ്ഞോട് വന്ന് അതിന് നല്ല ഓണം ചോറാക്കിന്. പിന്നെ ഭർത്താവിൻ്റെ ഉമ്മാനും പങ്ങളെ കൂട്ടിയിട്ട് ഈ ഞാൻ വന്നിന്. എന്നിട്ട് ഭർത്താവിൻ്റെ ഉമ്മ പുതിയാപ്പൻ്റെ ആധാര കട ഇതിന് കടലിൽ കൊണ്ടുപോയി കൂളറടി എന്നെ ടെസ്റ്റ് എടുക്കണമല്ലേ. ഇത് ഓറപ്പുറം പ്രശ്നം. എൻ്റെ മോനിക്ക് ഗൾഫിന് എല്ലാവർക്കും വിളിച്ചിട്ട് എല്ലാം പറഞ്ഞ് സഹിക്കാൻ കഴിയായിട്ടാണ് എൻ്റെ മോൾ പോയത്. ഭർത്താവിൻ്റെ പെരക്കാർ ഓറൊക്കെ നിന്ന്, പൊന്നു കാണാൻ പെരക്കാരൊക്കെ നിന്ന്, ജസീലാനൊക്കെ നിന്നിട്ട് ഞങ്ങൾക്ക് നിന്നിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് തെറി പറഞ്ഞു. ഭർത്താവും പറഞ്ഞിന്. ഭർത്താവിൻ്റെ പെരക്കാർ ഞങ്ങൾ ഞാൻ ചെല്ലി ഒരിക്കൽക്ക് പുള്ളർ തെറ്റല്ലേ, സത്യാവസ്ഥ അറിയണം, അതും കേട്ടിത്തോറ് ഓർ ഓറയിലൊക്കെ നിന്ന് പോലീസുകാർക്ക് പരാതി കൊടുത്തിന്. ഈ പൊന്നു കെട്ടാൾ അറിയണേ വേണം. എൻ്റെ മോൾ പോയില്ലേ, അതറിയാൻ 2 പിള്ളേരെ കാണാൻ ബേജാറാണ്. ഉമ്മായിട്ട് കൂക്കുന്നു. രാത്രി ഉറങ്ങിയിട്ട് കിടക്കും. ഉമ്മായിട്ട് വിളിക്കും. ചെറിയ കുഞ്ഞല്ലേ. അത് പൊന്നു കെട്ടാൾ എങ്ങനെയാണ് അഫ്രീദിനെ വിടാൻ കഴിയില്ല, അഫ്രീദിൻ്റെ പെരക്കാർ വിടാൻ കഴിയില്ല. തന്നെയാണ് ഇവർ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ കുട്ടികളാണ്, 6ഉം 4ഉം വയസ്സുള്ള കുട്ടികളാണ്. ഉമ്മ മരിച്ചതുപോലെ അറിയാണ്ട് ഇപ്പോൾ ഈ വലിയ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുട്ടികൾ ഇങ്ങനെ ഉമ്മ ഇവിടെ പോയി അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുഹൃത്ത് അഫ്രീദ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ബന്ധുക്കൾ, ഉമ്മയും അടക്കമുള്ള ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ വന്ന് വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ സ്വർണ്ണം ഈ ജസീൽ ഈ പെൺകുട്ടി തന്നെയാണ് കട്ടതെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി. അതിനെ തുടർന്നുള്ള മാനസിക വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് ഖുർആൻ വരെ തൊട്ട് സത്യം ചെയ്തു താനല്ല ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവരൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഒപ്പം തന്നെ ഭർത്താവിൻ്റെ കുടുംബം പോവലാണ്. ഭർത്താവിൻ്റെ കുടുംബം വലിയ രീതിയിൽ ഈ ആക്ഷേപം ഉന്നയിക്കുകയും ഇത്തരത്തിൽ സ്വർണ്ണം കട്ട് താൻ തന്നെയാണ് എന്നുള്ള പെൺകുട്ടിയോട് പറയുകയും ചെയ്യുന്ന തുടർന്ന് വലിയ മാനസിക വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ പെൺകുട്ടി ഈ എരിവിഷം കഴിക്കുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നു. ഇവരിപ്പോൾ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലും തന്നെ കാസർഗോഡ് SP-ക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്. ആർക്കാണ് ഇതിന് ഉത്തരവാദികൾ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കാണാതായ സ്വർണ്ണം എങ്ങനെ കാണാതായി, അത് ആരാണ് എടുത്തതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശാലിനി, ശരിക്കും ആ ഒരു പെൺകുട്ടിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെയധികം മനവേദനയോടുകൂടി തന്നെയാണ് ആ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത്. ശരിക്കും നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിച്ച് മരണത്തിന് കീഴടങ്ങാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ തകർന്ന് അടിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. ഏതൊരു മനുഷ്യനും ഏത് കുറ്റം നമ്മളുടെ തലയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാലും നമുക്ക് അത് സഹിക്കാനും ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാനും സാധിക്കും. പക്ഷേ വ്യഭിചാരവും മോഷണക്കുറ്റവും ഈ 2 സാധനങ്ങളും ഒരു ആത്മാഭിമാനമുള്ള സ്ത്രീക്ക് ഒരിക്കലും സഹിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്ത്രീയുടെ കാര്യം മാത്രമല്ല, ഒരു പുരുഷനായാലും വളരെ നല്ല മാർഗത്തിൽ ജീവിക്കുന്ന ഒരു പുരുഷനും ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനോ ഉൾക്കൊണ്ട് ജീവിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇടയിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആത്മഹത്യ ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമേ അല്ല.
അങ്ങനെ ആരും ആത്മഹത്യയെ ഫോളോ ചെയ്യരുത്. ഇപ്പോൾ അടുത്ത് ദീപക് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ മരണം നമ്മൾ എല്ലാവരും കണ്ടതാണ്. പുള്ളിക്കാരൻ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ ആ ഒരു പുള്ളിക്കാരനെ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് വലിച്ചു കീറി ഒട്ടിച്ച ഷിഞ്ചിത എന്ന് പറയുന്ന ദുഷ്ടയായ അലവലാതിയായിട്ടുള്ള സ്ത്രീയെ കുറിച്ചിട്ടും നമ്മളൊക്കെ ഘോരം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ശരിക്കും അന്ന് അവിടെ ഷിഞ്ചിത അത്തരത്തിലൊരു തെറ്റ് ചെയ്തു, അദ്ദേഹത്തെ അപമാനിച്ചു എങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി തന്നെയായിരുന്നു അവൾ അത്തരത്തിലുള്ള ഒരു നുണ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇത് ഊഹാപോഹങ്ങൾ വെച്ചിട്ട് അത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം ട്രാക്കിലാക്കാൻ വേണ്ടിയിട്ടാണോ മോഷണക്കുറ്റം ഈ ഒരു പെൺകുട്ടിയുടെ മേൽ ആരോപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്നും പറയാനില്ല. അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം പോലീസ് ഓഫീസർമാർക്കാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടി പിന്നീട് തിരിച്ചൊരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും വേണ്ടിയിട്ട് തിരിച്ച് കേസ് ഫയൽ ചെയ്യണമെന്ന്, അതല്ലെന്നുണ്ടെങ്കിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആ ഒരു പെൺകുട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് പോലീസ് അധികാരികളുമായിട്ട് കോണ്ടാക്ട് ചെയ്തെങ്കിലും അവരൊന്നിനും തയ്യാറായില്ല എന്ന ആക്ഷേപമാണ് ഇവിടെ വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ വളരെയധികം കഷ്ടത തോന്നുകയാണ്. ആ ഒരു പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ നമ്മുടെ പോലീസ് ഓഫീസർമാർ തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അവൾ നമുക്കൊപ്പം ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ അവരുടെ ജീവനെ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് നമ്മളെല്ലാം ഇതുപോലെ ഘോരം പ്രസംഗിക്കുന്നത്. അതേസമയം ഇതുപോലെ ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കാനായിട്ട് കൂട്ടാക്കില്ലായിരുന്നു. ഒരു ന്യൂസ് എന്നുള്ള രീതിയിൽ കേട്ടങ്ങ് കളയുമായിരുന്നു. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരാൾ മരിക്കുന്നത് വരെ നമ്മൾ എല്ലാവരും കാത്തിരിക്കും അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ നമ്മൾ പല കാര്യങ്ങളും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അനിഷ്ട സംഭവം ഉണ്ടാകില്ല. അതായത് ഒരാൾ മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരില്ല എന്ന് സാരം. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മാതാവിന്റെ കണ്ണീര് കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു വേദന തോന്നി. ശരിക്കും നമ്മളൊക്കെ അമ്മമാരാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മയുടെ വേദന എത്രത്തോളം ഉണ്ടെന്ന് അവർ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഉമ്മ അതേക്കുറിച്ചിട്ട് പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം. എന്താണ് ജസീൽ ഇങ്ങനെ വിഷം കഴിക്കാനുള്ള ഒരു കാരണമായിട്ട് നിങ്ങൾ കരുതുന്നത്? അവള് പഠിക്കാൻ പോകുന്നിടത്തിന് അവളെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി, അഫ്രീദിൻ്റെ കൂടെക്ക്. അഫ്രീദിൻ്റെ ഉമ്മയാണ് അവളെ കൂടുതൽ വിളിച്ചിന് ഫോൺ ബാബാത്ത് വിളിച്ചോണ്ടിരിക്കുമ്പോൾ പോയി. അവളെ കുടുംബം ഓരോ അയൽവാസികളുണ്ട്. ഓളെൻ്റെ പേര് ജഷി എടുത്തിനെന്ന് പറയുന്നത്. ഓള് പൊന്നെടുത്തിത്താലത്ത് കുറേ കരിഞ്ഞ് പറഞ്ഞാൽ പൊന്നെടുത്തിട്ട് ഉമ്മ എന്നെ പെണ്ണ പറയുന്നത് അമ്മ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് എൻ്റെ മോളെ വിശ്വാസമുണ്ട്. ഓൾ ഉറപ്പ് എടുക്കല. ഓക്കെ ഓളെ കല്യാണത്തിൽ 5 പൗനുണ്ടായിന്. അത് അങ്ങനെ പൊന്നെടുക്കുന്ന 5 പൗണ് ഭർത്താവിൻ്റെ പങ്ക് കൊടുക്കാമല്ലോ. ഭർത്താവിൻ്റെ പങ്ക് കൊടുത്തിന് 5 പൗണ് ഓടി വെച്ചിന്. ഭയ്യ അഫ്രീദിൻ്റെ ഉമ്മ വന്നിട്ട് ഭയങ്കര അവളോട് പ്രശ്നമാക്കിന്, ഞങ്ങളോട് പ്രശ്നമാക്കിന്. അഫ്രീദിൻ്റെ ഉമ്മ ഒരു ചേച്ചു ഭയങ്കര പ്രശ്നമാക്കിന്, അങ്ങനെ ആക്കിന്. ഒക്കെ അവർ ഓൾ പൊന്നെടുത്തിനകത്ത് ഓളെ അടുത്തുള്ള കൊണ്ടായി തോന്നുന്നു, ഞങ്ങൾക്കറിയാത്ത കുറേ ഭീഷണിപ്പെടുത്തി. സഹിക്കാൻ കഴിയാത്താണ് എൻ്റെ മോൾ പോയത്. പിന്നെ ഓൾ ചെല്ലി മുസാഫ് പിടിച്ച് ഞാൻ പൊന്നെടുത്തിട്ടാ ഞാൻ മെച്ചോ. അപ്പോൾ മെച്ച നമുക്ക് എന്തൊക്കെ ടൈഞ്ഞേടെ വന്ന് അതിന് നല്ല ഓണം ചോറാക്കിന്. പിന്നെ ഭർത്താവിൻ്റെ ഉമ്മാനും പങ്ങളെ കൂട്ടിയിട്ട് ഞാൻ വന്നിന്. എന്നിട്ട് ഭർത്താവിൻ്റെ ഉമ്മ പുതിയാപ്പൻ്റെ ആധാര കാർഡ് അതിന് കടലിൽ കൊണ്ടുപോയി കൂളറട്ടി എന്നെ ടെസ്റ്റ് എടുക്കണമല്ലേ. ഇത് ഓറപ്പുറം പ്രശ്നം. എൻ്റെ മോൻ്റെ ഗൾഫിന് എല്ലാവർക്കും വിളിച്ചിട്ട് എല്ലാം പറഞ്ഞു. സഹിക്കാൻ കഴിയായിട്ടാണ് എൻ്റെ മോൾ പോയത്. ഭർത്താവിൻ്റെ കുടുംബം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവിൻ്റെ പെരക്കാർ ഓറൊക്കെ നിന്ന്, ആ പൊന്നു കാണാൻ പെരക്കാരൊക്കെ നിന്ന്, ജസീലാനൊക്കെ നിന്നിട്ട് ഞങ്ങൾക്ക് നിന്നിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് തെറി പറഞ്ഞു. ഭർത്താവും പറഞ്ഞിന് ഭർത്താവിൻ്റെ പെരക്കാർ ഞങ്ങൾ ഞാൻ ചെല്ലി ഒരിക്കൽക്ക് പുള്ളർ തെറ്റല്ലേ, സത്യാവസ്ഥ അറിയണം. അതും കേട്ടിത്തോറ് ഓറയിലേക്ക് നിന്ന് പോലീസുകാർക്ക് പരാതി കൊടുത്തിന്. ഈ പൊന്നു കെട്ടാൾ അറിയണേ വേണം. എൻ്റെ മോള് പോയില്ലേ അതറിയാൻ 2 പിള്ളേരെ കാണാൻ ബേജാറാണ്. ഉമ്മായിട്ട് കൂക്കുന്നു രാത്രി ഉറങ്ങിയിട്ട് കിടക്കും. ഉമ്മായിട്ട് വിളിക്കും. ചെറിയ കുഞ്ഞല്ലേ അത് പൊന്നു കെട്ടാൾ എങ്ങനെ അറിയണം. അഫ്രീദിനെ വിടാനും കഴിയില്ല, അഫ്രീദിൻ്റെ പെരക്കാർ വിടാനും കഴിയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഉമ്മച്ചിക്ക് തന്നെയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അവര് ആറ്റുനോറ്റ് 10-24 വയസ്സ് വരെ വളർത്തിയതിന്റെ ആ ഒരു കഷ്ടപ്പാട് എത്രത്തോളമാണെന്ന് ആ ഒരു ഉമ്മച്ചിക്കേ അറിയത്തുള്ളൂ. ഏതൊരു മക്കളെ കുറിച്ചിട്ടും ഏതൊരു മാതാവിനും കുറച്ച് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അത് തല്ലി തകർത്ത് കളയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ആ ഒരു പെൺകുട്ടിയുടെ പേരിൽ അനാവശ്യമായിട്ട് കുറ്റം ആരോപിച്ച ആ ഒരു വീട്ടുകാരിപ്പോ എന്താ നേടിയത്? അവർക്ക് അവരുടെ സ്വർണം തിരിച്ചു കിട്ടിക്കഴിഞ്ഞോ? നിങ്ങളുടെ സ്വർണം ഒരുപക്ഷെ 100 ഇരട്ടിയായിട്ട് മനസാക്ഷിയുള്ള ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തിരികെ തരാൻ ഒരുപക്ഷെ സാധിച്ചേക്കുമായിരിക്കും. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു ആത്മാഭിമാനം തിരികെ കൊടുക്കാൻ ഈ ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ വിചാരിച്ചു കഴിഞ്ഞാലും ഒരിക്കലും സാധിക്കുകയില്ല. ഇതിപ്പോ വ്രതശുദ്ധിയുടെ മാസമാണല്ലോ. ഈ ഒരു മാസത്തില് നിങ്ങളൊക്കെ എത്ര വ്രതം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച നിങ്ങൾക്ക് പടച്ചവൻ മാപ്പ് തരുമോ എന്നും എനിക്കറിയില്ല. മാപ്പ് തരുമെങ്കിൽ വളരെ നല്ലത്. അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തോളൂ.
കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എന്നായാലും നമുക്ക് നേരെ തിരിഞ്ഞു വരുന്ന ഒരു സമയമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ ചെയ്തു വെച്ചിട്ട് എത്ര കിടന്ന് പ്രാർത്ഥിച്ചിട്ടും നിസ്കരിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളാൽ മറ്റൊരാൾ വേദനിക്കാൻ ഇടവരരുത്. നമ്മളൊരു പക്ഷേ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലാത്ത മനുഷ്യരില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യരാണ്. നമ്മുടെ ഭാഗത്ത് നിന്നും അറിഞ്ഞും അറിയാതെയൊക്കെ തെറ്റുകളൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ആ ഒരു തെറ്റ് ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റ് ആയിരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കേസിന്റെ പേരിൽ ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ടൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ആ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ആ ഒരു കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായവര് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക. അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുക. ഇതാണ് പല ആളുകളും കമന്റിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം മറ്റൊന്നാണ്. പെൺകുട്ടി മരണപ്പെട്ടതിനെ തുടർന്ന് ആ ഒരു വീട്ടുകാരുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുകയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പോലും കേൾക്കാൻ നിൽക്കാതെ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു പരാതി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പരാതി എന്താണെന്ന് പോലും തിരക്കി അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാതെയുള്ള പോലീസ് ഓഫീസർമാർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? അവര് ചെയ്തതും തെറ്റ് തന്നെയല്ലേ? തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതങ്ങനെ തന്നെ വേണം. എന്നാൽ മാത്രമേ വീണ്ടും ഉള്ള ആളുകൾക്ക് തെറ്റ് ചെയ്യാനുള്ള ത്വര ഉണ്ടാകാതിരിക്കൂ. ആ ഒരു പെൺകുട്ടി എടുത്തു പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ ഒരു പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പോലീസ് ഓഫീസർമാർ പോലും കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ അത്തരത്തിൽ ഉള്ള ഒരു തെറ്റ് ചെയ്യുന്ന ഓഫീസർമാരെ ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതിന് ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല എന്നേ പറയാനുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ കാക്കിയിട്ട പോലീസ് ഓഫീസർമാർക്ക്, എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് ആളുകൾക്കെങ്കിലും സാധാരണക്കാരെ കാണുമ്പോൾ ഇത്തിരി ചൊറിച്ചിൽ തോന്നുന്നതായിട്ട് പലരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ സാധാരണപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെ ഡാ വാടാ പോടാ പൊടി എന്നൊക്കെയുള്ള സംസാര രീതികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പോലീസ് ഓഫീസർമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ സാധാരണക്കാരായ ഒരു പാവപ്പെട്ട വ്യക്തിയെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ശമ്പളം തന്ന് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഇതുപോലെയുള്ള ഓരോ പോലീസ് ഓഫീസർമാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ ഓരോ ഓഫീസർമാർക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് കമ്മട്ടം ഉപയോഗിച്ച് പണം അടിച്ച് എടുത്തിട്ടല്ല നിങ്ങൾക്ക് സാലറി തരുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളും മേടിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ ടാക്സും അതുപോലെ തന്നെ GST ഒക്കെ എടുത്തിട്ടാണ് നിങ്ങളുടെ ശമ്പളം തരുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇരുത്തിയിരിക്കുന്ന വെറും വേലക്കാർ മാത്രമാണ് നിങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ, ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യാണ്ട് അതിനുള്ള ഒരു ആശ്വാസം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവള് നമുക്കൊപ്പം തന്നെ ജീവിച്ചിരുന്നേനെ. ഒരു നിമിഷത്തെ ആ ഒരു സമ്മർദ്ദത്തില് സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖം പോലും മറന്നു കളഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി ചെയ്ത കാര്യം ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആത്മഹത്യയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾ പോലും അല്ല ഞാൻ. ആത്മഹത്യ ചെയ്യുന്നത് ശരിയല്ല. നമ്മളെ ഭൂമിയിലേക്ക് നമ്മളെ പടച്ചിറക്കി വിടുന്ന ദൈവം തമ്പുരാന് അറിയാം എല്ലാ കാര്യവും. നമ്മൾ എത്ര നാൾ വരെ ജീവിച്ചിരിക്കണം, എത്ര നാൾ വരെ ജീവിച്ചിരിക്കും എന്നൊക്കെയുള്ള എല്ലാ കാര്യവും ഈശ്വരൻ അറിയാവുന്നതാണ്. അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ നേരെ ഭൂമിയിലേക്ക് പടച്ചിറക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഒഴുക്കിനൊപ്പം നീന്തി പോകുക എന്നുള്ളതല്ലാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം വിളിച്ച് പോകുമ്പോൾ നമ്മളങ്ങ് പൊയ്ക്കോട്ടെ. അതേസമയം സാധാരണപ്പെട്ട ഒരു ആളുകളും മാക്സിമം സഹിക്കാനുള്ളതിൻ്റെ അങ്ങേയറ്റം സഹിക്കുക. അതിന് പറ്റാതാകുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു നിയമ നടപടിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ച് മനസ്സിലായിട്ട് നിയമത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് സ്വയം ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് മൂഢത്തരമാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. എന്തായാലും ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.